നമസ്കാരം. നമ്മളിന്ന് ഒഴിവിലൊടുക്കത്തിൻ്റെ 151 മുതലുള്ള വെൺപാകളാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം കയറിൽ കാണുന്ന സർപ്പം പോലെ, അല്ലെങ്കിൽ കുറ്റിയിൽ കാണുന്ന പിശാച് പോലെ അവിദ്യ കൊണ്ട് കാണുന്നതാണ് ഈ പ്രപഞ്ചമെന്ന് കണ്ടു. ഇന്ന് തൻ്റെ ഗുരു ഏകമെന്നോ രണ്ടെന്നോ ചിന്തിക്കാതെ ഈ സത്യത്തെ അനുഭവിക്കാനായിട്ട് ഉദ്ബോധിപ്പിച്ചു എന്ന് നന്ദി പറയുകയാണ് ഗുരുവിനോട്. നമുക്കറിയാം, ഒഴിയിലൊടുക്കുന്ന ഗ്രന്ഥം മഹാജ്ഞാനിയായ കണ്ണുടയ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. എന്നാൽ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. ശ്രീനാരായണ ഗുരു ഒരു ദിവസം ദീർഘദൂരം കല്ലടയാറ്റിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഈ ഗ്രന്ഥത്തെ ഉപദേശിക്കുകയും അവരിത് കുറിച്ചെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്കാദ്യം ഈ വെൺപാ ഒന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥം ചിന്തിക്കാം. എന്നാണ് 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 ഏകമിരണ്ട് എന്നാമൽ ശുമായിരുവെன்று சொன்னான் തിരുജ്ഞാന സംബന്ധർ ശീകാഴി നാടരുളാളൻ ജ്ഞാന വിനോദനൻ. എന്നാണ് 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 നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ ആണയിട്ട് പറയത്തില്ലേ, സത്യം സത്യം സത്യം. അതുപോലെ ആണയിട്ട് പറയുകയാണ്. ആരാണ്? എൻ്റെ ഗുരുനാഥൻ. ഏകം ഇരണ്ട് എന്നാമൽ, നീ ഇത് ഏകമെന്നോ രണ്ടെന്നോ ഒന്നും ചിന്തിക്കണ്ട. കാരണം ഈ അദ്വൈതമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എത്തിച്ചേരുമ്പോൾ അവിടെ രണ്ടാമത് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമതൊരു വസ്തു ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏകമായിരിക്കുന്ന അദ്വൈതമായിരിക്കുന്ന സത്യമാണ്. പ്രപഞ്ചം അസ്തമിക്കുന്ന ഇടമാണ്. അതുകൊണ്ടിത് ഏകമാണെന്നോ രണ്ടാണെന്നോ ഒന്നും ആ സ്ഥലത്തെത്തുമ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ശുമ്മായിരുവെன்று சொன்னான். പ്രത്യേകിച്ച് കർമ്മത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കർമ്മത്തിൽ കൂടി അല്ല ജ്ഞാനത്തെ നേടേണ്ടത്. ഇത് ഈ സത്യത്തെ വിചാരം ചെയ്തും ഉപനിഷത്തുകളൊക്കെ പഠിച്ചും ശൈവാഗമങ്ങൾ ചിന്തിച്ചും ഗുരുവിൻ്റെ ഉപദേശത്തെ ശിരസാവഹിച്ചും ഈ സത്യത്തെ അറിയാം. അപ്പോൾ ആരാണ് എനിക്കിത് പറഞ്ഞു തന്നത്? തിരുജ്ഞാന സംബന്ധർ. തിരുജ്ഞാന സംബന്ധർ എന്ന മഹാത്മാവാണ് എനിക്ക് ഈ സത്യം പറഞ്ഞു തന്നത്. അദ്ദേഹം ആരാണ്? ശീകാഴി നാടരുളാളൻ. ശീർകാഴി നാടിൽ, തമിഴ്നാട്ടിലെ ശീർകാഴി എന്ന സ്ഥലത്ത് വാണരുളിയ ഗംഭീരനായിരിക്കുന്ന ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അരുളാളൻ. തൻ്റെ അറിവ് കൊണ്ട് തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും അദ്ദേഹം ഭരിച്ചു. അതുകൊണ്ട് അരുളാളൻ, ജ്ഞാനവിനോദൻ. അദ്ദേഹത്തിന് എന്താണ്? ജ്ഞാനത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം വിനോദം ചെയ്തത്. യസ്യാത്മരതിരേവ സ്യാദാത്മതൃപ്തസ്യ മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. അപ്പോൾ ആത്മാവിൽ തന്നെ രമിച്ചും ആത്മാവിൽ തന്നെ ചിന്തിച്ചും. കാരണം കർമ്മങ്ങളിലൊന്നും രമിക്കുന്നവരല്ല ജ്ഞാനികൾ. അവർക്കതുകൊണ്ട് ആവശ്യവുമില്ല. കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കളിപ്പാട്ടം കൊണ്ട് ഒക്കെ കളിക്കും. പക്ഷേ വലുതാവുമ്പോൾ നമ്മൾ വീണ്ടും കാറും ബസ്സും വെച്ച് ഓടിച്ച് കളിക്കത്തില്ലല്ലോ. അപ്പോൾ അതുപോലെ ജ്ഞാനനില എത്തിക്കഴിഞ്ഞാൽ ഈ കർമ്മങ്ങളൊക്കെ നിഷ്പ്രയോജനമാണെന്ന് മനസ്സിലാക്കി വിനോദൻ ഈ ജ്ഞാനത്തിൽ തന്നെ രമിച്ച്
അതിൽ തന്നെ തൃപ്തനായി, അതിൽ തന്നെ ആനന്ദം അനുഭവിച്ച് ഇത് തൻ്റെ അടുത്ത് വരുന്ന അധികാരികളായിരിക്കുന്ന ആളുകളോടും അല്ലെങ്കിൽ മറ്റു ചിലരോട് സഹതാപം കൊണ്ടും ഒക്കെ ഇത് ഉണർത്തിച്ച് ശീർഗാഴി നാട്ടിൽ ഇരുന്ന ആ എൻ്റെ ഗുരുനാഥനെ ഞാൻ സ്മരിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു എന്ന് കണ്ണുടയവള്ളലാർ പറയുകയാണ്. അങ്ങനെ ഈ 5-ാമത്തെ അധ്യായം അവസാനിച്ചു. 6-ാമത്തെ അധികാരം വിരക്തി വിളക്കം, അതായത് വിരക്തിയുടെ ആവശ്യവും അതിൻ്റെ സിഗ്നിഫിക്കൻസും. ഇപ്പോൾ എവിടെയാണോ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വിരക്തി ഉണ്ടാകുന്നത്, അപ്പോൾ വിരക്തി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? വിവേകം ഉണ്ടാവണം. ഇത് നിഷ്പ്രയോജനമാണ്, ഈ പ്രപഞ്ചം കൊണ്ട് എനിക്കൊന്നും സാധിക്കാനില്ല എന്നുള്ള ബുദ്ധി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന ഒരാൾക്ക് മാത്രമേ വിരക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ വിരക്തി പ്രകാശനം, വിരക്തിയുടെ ഇമ്പോർട്ടൻസ് ഈ അധ്യായത്തിൽ കാണിക്കുകയാണ്. 152-ാമത്തെ വെൺപയാണത്. അത് 6-ാം അധ്യായത്തിലെ ആദ്യത്തെ വെൺപ. നമുക്ക് നോക്കാം. അറിந்த இடத்தின்பம் துன்பமாகாது, அதுவும் மறந்த இடத்தின் இன்பமயக்கம், அறிந்த அலியறிவு நீ என்றால் அத்வைதானந்த முலை அமுதமுண்ட முனி. അറിந்த ഇടത്ത് ഇൻപ തുൻപമാകാത്, അതായത് നിങ്ങൾ ആത്മാവിനെ അറിയുകയാണെങ്കിൽ അവിടെ സുഖദുഃഖങ്ങളുണ്ടാവുന്നില്ല. അപ്പോൾ സുഖദുഃഖങ്ങൾ എവിടെ ഇരിക്കുന്നു? അജ്ഞാനത്തിൻ്റെ ദശയിലാണ്. അജ്ഞാനിയായിരിക്കുന്ന ഒരാളിൻ്റെ മുഖമുദ്രയാണ് സുഖവും ദുഃഖവും. അപ്പോൾ അറിந்த ഇടത്തിൽ ഈ ആനന്ദമായിരിക്കുന്ന അൻപേ ശിവം, അൻപായിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ദുഃഖമാണുള്ളത്? ഭൗതികമായ ഏറ്റവും വലിയ ആപത്ത് വന്നാലും അവിടെ ദുഃഖമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അറിந்த ഇടത്ത് ഇമ്പ തുൻപമാകാത്, അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ കേട്ടില്ലേ, ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ. ഈ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതമുണ്ടാവത്തില്ല. ജ്ഞാതേ ദ്വൈതം ന വിദ്യതേ, ഈ ദ്വൈതത്തിൻ്റെ കണിക പോലും ഉണ്ടാവുകയില്ല. എവിടെയാണോ ദ്വൈതമുള്ളത് അവിടെയാണ് ഭയവും അവിടെയാണ് ദുഃഖവും ഉണ്ടാകുന്നത്. അപ്പോൾ ദ്വൈതം നശിച്ചിടത്ത് ഭയവും ഉണ്ടാവുകയില്ല, ദുഃഖവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് തരതിമ ശോകമാത്മവിത്ത്, ആത്മവിത്ത് ഈ ശോകത്തെ കടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അറിந்த ഇടത്ത് ഇൻപ തുൻപമാകാത്, അവിടെ യാതൊരു വിധമായ സുഖദുഃഖങ്ങളും ഉണ്ടാവുന്നില്ല. പിന്നെയോ അതുവും മറந்த ഇടത്ത് ഇൻപമയക്കം, എവിടെയാണോ ഈ അറിവിനെ, ഈ സത്യത്തെ മറന്നിരിക്കുന്നത്, സ്മൃതി വിസ്മൃതി ഭ്രാന്തികൾ ബാധിച്ചിരിക്കുന്നത്, അവിടെ എന്തുണ്ടാവും? ഇൻപമയക്കം. തൻ്റെ സ്വരൂപത്തെ മറന്നുപോയി, തൻ്റെ സ്വരൂപ വിസ്മൃതി വന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്രപഞ്ചം പ്രത്യക്ഷമാകും. അപ്പോൾ അതിൽ അർജുനൻ അവസാനം പറയുന്നു, നഷ്ടോമോഹ സ്മൃതിർലബ്ധ്വ, എൻ്റെ മോഹങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു, എനിക്ക് സ്മൃതി, എൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള എൻ്റെ സ്മൃതി എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഇല്ല, അത് മറന്നുപോയിരിക്കുന്ന അവസ്ഥ. അതും മറந்த ഇടത്തിൻ ഇൻപമയക്കം, അത് മറന്നുപോയാൽ ഇൻപമയക്കം. പ്രമാദോ മൃത്യു, നമ്മൾ കേട്ടിട്ടില്ലേ? മറന്നു പോകുന്നതാണ് പ്രമാദം. ഈ സത്യത്തെ മറന്നുപോയി, തൻ്റെ സ്വരൂപം എന്താണ്, താൻ അറിവാണ് എന്നുള്ളത് മറന്നുപോയാൽ അത് പ്രമാദം. ആ പ്രമാദം വന്നാൽ എന്താണ്? മൃത്യു, മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ജനനമരണ
ചക്രത്തിൽപ്പെട്ട് ഉഴലുക മാത്രമേ പിന്നെ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അതുവും മറந்த ഇടത്ത് ഇൻപമയക്കം അറിந்த അലിയറിവ് നീ എന്നാൽ. അപ്പം നമ്മൾ 2 എക്സ്ട്രീംസ് പറഞ്ഞു. ഒന്ന് ആത്മാവിനെ അറിഞ്ഞിരിക്കുന്ന അവസ്ഥ, ഒന്ന് ആത്മാവിനെ മറന്നുപോയ അവസ്ഥ. പറയുകയാണ് നീ ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള അവസ്ഥയിലാണ് അലിയറിവ്. എന്തുകൊണ്ടാണ്? നീ ഉണ്ടെന്ന് നിനക്കറിയാം. നിൻ്റെ സ്വരൂപം എങ്ങനെയിരിക്കുന്നു എന്ന് നിനക്കറിഞ്ഞുകൂടാ. അഹം അസ്മി എന്നറിയാം, പക്ഷേ ആ അഹം അസ്ഥിഭാതിപ്രിയമാണ്. അതിൻ്റെ വിശേഷണം അറിഞ്ഞുകൂടാ. സാമാന്യ രൂപം അറിയാം. ഒരു സാധനം ഫ്രണ്ടിൽ കിടക്കുന്നു, ഒരു സാധനം ഉണ്ട് എന്നറിയാം. അപ്പം അത് കയറാണോ പാമ്പാണോ എന്നറിഞ്ഞുകൂടാ. അപ്പോഴാണ് നമുക്ക് അതിൽ വിക്ഷേപ ആവരണങ്ങളുണ്ടാകുന്നത്. അവിടെ കയറിനെ നമ്മൾ ആരോപിക്കുകയും പാമ്പിനെ ആരോപിക്കുകയും അതുകൊണ്ട് ഭയചകിതനായിട്ട് അതിൻ്റേതായ റിയാക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതുപോലെ ശരിക്ക് ആത്മാവിനെ അറിയാത്ത അവസ്ഥയാണ് അലിയറിവ്. ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട അറിവ്. അതുകൊണ്ട് എന്തു പറ്റുന്നു? സാമാന്യമായ എന്നെക്കുറിച്ച് സാമാന്യമായ അറിവുണ്ട്, വിശേഷമായ അറിവില്ലാത്തത് കൊണ്ട് ഈ പ്രപഞ്ചത്തെ അതിൽ അധ്യാരോപിക്കുന്നു, എന്നിൽ അധ്യാരോപിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആളുകളുടെ അവസ്ഥ എന്ന് അദ്വൈതാനന്ദമുലൈ അമുദമുണ്ട. അപ്പോൾ അദ്വൈതാനന്ദം വളരെ ചെറുപ്പത്തിലേ തന്നെ തിരുജ്ഞാന സംബന്ധർക്ക് അദ്ദേഹത്തിനെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി കരയുന്നത് കണ്ടിട്ട് പാർവതീദേവി എടുത്ത് മുല കൊടുത്തു എന്നാണ് പറയുന്നത് തിരുജ്ഞാന സംബന്ധർക്ക്. അങ്ങനെ പാർവതീദേവിയുടെ സ്തനപാനം ചെയ്ത നിമിത്തം കുട്ടിയിലേ തന്നെ അദ്ദേഹം ജ്ഞാനിയായി തീർന്നു. അങ്ങനെ ഒരു അദ്ഭുത ബാലനായിട്ടാണ് ഈ തിരുജ്ഞാന സംബന്ധർ വളർന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്വൈതാനന്ദ മുലൈ അമുദം, ആ അമൃത് വളരെ കുട്ടിയിലേ തന്നെ ആ മുലപ്പാൽ അദ്ദേഹത്തിന് അദ്വൈതാനന്ദ അമൃതമായിട്ട് തീർന്നു. സത്യത്തെ അറിയുകയും അജ്ഞാനത്തെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ഈ ശീർഗാഴി നാടിൽ വാണരുളി. മുനി, അമുദമുണ്ട മുനി. ഈ തിരുജ്ഞാന സംബന്ധനെക്കുറിച്ച് പറയാണ്, ആ അമൃത് ഉണ്ട മുനിയാണ് എൻ്റെ ഗുരുനാഥൻ. അദ്ദേഹം എന്നോട് ഇങ്ങനെ അരുൾ ചെയ്തു. എന്താണ്? അറിந்த ഇടത്ത് ഇൻപതുൻപമാകാതെ. സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നീ സുഖദുഃഖങ്ങൾക്ക് അപ്പുറത്ത് പോയി ഈ പ്രപഞ്ചത്തെ കടന്ന് നിരതിശയ ആനന്ദം അനുഭവിക്കുകയാണ് എന്ന് ഈ വെൺപ നമ്മെ ഉപദേശിക്കുന്നു.